ഹായ് ഓൾ, വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിംഗ്. നമ്മളെ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിന് ഇനി കുറച്ച് ദിവസങ്ങളാണുള്ളത്. നല്ല പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കേണ്ട ഒരു സമയമാണിത്. അതിൻ്റെ എല്ലാ ഹെൽപ്പുമായിട്ടാണ് നമ്മൾ എക്സാൻഡ് വൈയുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെ ഒപ്പമുള്ളത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എക്സാം എഴുതുന്ന നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോസൊക്കെ നമ്മളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുന്നു വിചാരിക്കുകയാണ്. അവർക്ക് കൂടി ഹെൽപ്പ് ആവട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വളരെ ലോ ലെവൽ മുതൽ നല്ല ഹൈ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് എന്നുള്ളത്. ഇതിൽ തന്നെ നമുക്കറിയാം ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ഒരു ടേംസ് ഒക്കെ കേൾക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ലെവൽ മുതൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പല ക്വസ്റ്റ്യൻസും ഒരുപക്ഷെ തിയറിറ്റിക്കൽ ആയിരിക്കും, ചിലത് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാകും, ചിലത് നമ്മൾ ആ കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടൂല. ഇങ്ങനെ പല മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും വെറുതെ അങ്ങോട്ട് കണ്ടുപോകലല്ല, നേരെ മറിച്ച് മുമ്പ് ഒരു പെൻ ആൻഡ് പേപ്പറൊക്കെ വേണം. അതില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, അത് പോയി എടുത്തുകൊണ്ടിരുന്ന് എഴുതി വെക്കുക, ആവശ്യമുള്ള പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും വീഡിയോ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഇത് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ആൻസർ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുക. അല്ലാതെ വെറുതെ കണ്ടുപോയാൽ നമുക്ക് അറിയുമെന്ന് നമ്മൾ വിചാരിക്കും, ബട്ട് റിയൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് അറിയാത്ത പോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരും. റെഡി അല്ലേ? അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, അത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. Tooth decay starts when the pH of tooth is around 7.5, 7, 6.5, 5.5. അപ്പോൾ ഏതൊരു pH എത്തുമ്പോഴാണ് ടൂത്ത് ഡീക്കേ ചെയ്യുന്നത്? നമുക്കൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് അല്ലേ? ആൻസർ ഏതായിരിക്കും വരിക മക്കളെ? യെസ്, അറിയോ? 5.5 ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം കാൽഷ്യം ഫോസ്ഫേറ്റ് പോലുള്ള സബ്സ്റ്റൻസ് കൊണ്ടാണ് നമ്മൾ ടൂത്തിൻ്റെ ഇനാമലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളെ ഇനാമൽ എന്നുള്ളത്. പക്ഷെ നമ്മളെ ഫുഡ് വേസ്റ്റ് അതേപോലെ ഷുഗറൊക്കെ നമ്മൾ ടൂത്തിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയാസ് റിയാക്ട് ചെയ്യുകയും അങ്ങനെ ചില ആസിഡുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ pH ഓൾമോസ്റ്റ് 5.5 അറൗണ്ട് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ടൂത്ത് എന്ത് ചെയ്യും, അവിടെ ഡീക്കേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം, മൗത്ത് ക്ലീൻ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ 5.5 എത്തുമ്പോഴാണ് ടൂത്ത് എന്ത് ചെയ്യുക, ഡീക്കേ ചെയ്യുക. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട pH ഇൻ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി പലതും പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ആസിഡ് റെയിന്, അതേപോലെ മിൽക്കിന്റെ pH എത്രയാണ്, ബ്ലഡ് അസിഡിക് ആണോ ബേസിക് ആണോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ആ പോർഷൻ കൂടി ഇതിന് കൂടെ എന്ത് ചെയ്യണം, ഒന്ന് ആലോചിച്ചുകൊണ്ട് ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. ഇതൊരു പുതിയ ഇൻഫോർമേഷൻ ആണെങ്കിൽ യു ഷുഡ് നോട്ട് ഇറ്റ്. 5.5 ആണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് എ meteoroids shower, a few meteorites fell into a water body having pH around 7. The pH of that water body was measured after a meteorite shower and found to be greater than 7, less than 7, equal to 7, no change in pH of water. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു മെറ്റീറോയിഡ്സ് ഷവർ അല്ലെങ്കിൽ സംഭവം വന്നു കഴിഞ്ഞാൽ അത് അസിഡിക് ആയിരിക്കോ ബേസിക് ആയിരിക്കോ എന്ന് അറിഞ്ഞാൽ മതി. അവിടെ ഇതിന് ആൻസർ എന്ത് ചെയ്യും, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ? ഏതായിരിക്കും വരുന്നുണ്ടാവുക? ലെസ് ദാൻ 7 ആണ് കേട്ടോ. കാരണം ഇങ്ങനെയുള്ള പ്രോസസ്സിൽ അത് അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, നമ്മളതിൻ്റെ pH എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആസിഡ്സിന് ലെസ് ദാൻ 7 ആണ് pH വരുന്നുണ്ടാവുക. റെഡി? ഗ്രേറ്റർ ദാൻ 7 ആയിരുന്നുവെങ്കിൽ അത് ആൽക്കലൈൻ ആകുമായിരുന്നു, ഈക്വൽ ടു 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആകുമായിരുന്നു. ഓക്കെ, സോ ഇങ്ങനത്തെ കേസിൽ ഈ പറഞ്ഞ കേസാണെങ്കിൽ ലെസ് ദാൻ 7 ആണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, Shaila took about 10 centimeter cube of a diluted potassium hydrogen carbonate. അപ്പോൾ പൊട്ടാഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട്. പൊട്ടാഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് നമുക്കറിയാം KHCO3 അതാണ് പൊട്ടാഷ്യം ബൈകാർബണേറ്റ് ഓർ ഹൈഡ്രജൻ കാർബണേറ്റ്. To this solution she added a few drops of universal indicator ആണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ ആ സൊല്യൂഷൻ്റെ കളർ എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക മക്കളെ? യെസ്, അത്
ആ സബ്സ്റ്റൻസ് അസിഡിക് ആണോ ബേസിക് ആണോ, അതിൽ തന്നെ pH എത്രയായിരിക്കും എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹൈഡ്രജൻ പൊട്ടാഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അസിഡിക് ആണോ ബേസിക് ആണോ എന്നൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. യെസ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ ആൻഡ് യെല്ലോ. ഏതായിരിക്കും മക്കൾ ആൻസർ വരിക? ആൻസർ ബ്ലൂ ആയിരിക്കും കേട്ടോ വരിക. എന്തുകൊണ്ടാണ് ബ്ലൂ വരുന്നുണ്ടാവുക? നമുക്കറിയാം ഇതാണ് നമ്മളെ pHന്റെ റേഞ്ച് വരുന്നുണ്ടാവുക അല്ലെ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്താൽ നല്ല ഹൈലി റെഡ് ആണെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും അതിൻ്റെ pH വളരെ ലോ ആയിരിക്കും. ദെൻ ഒരു ഓറഞ്ച് യെല്ലോയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു എന്തായിരുന്നു, അത് ന്യൂട്രലിനോട് അടുത്തായിട്ട് വരുന്നു, എന്നാലും ലൈറ്റ് ആയിട്ടുള്ള അസിഡിക് ആണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ വീക്ക് അസിഡിക് ആയിരിക്കും. ഗ്രീനൊക്കെ വരുമ്പോഴാണ് ന്യൂട്രൽ ആയിട്ട് വരിക. അതേപോലെ തന്നെ ദെൻ ഒരു ബ്ലൂവിലേക്ക് ദെൻ വയലറ്റ് പർപ്പിളിലേക്ക് എത്തുമ്പോഴാണ് ഹൈലി ബേസിക് ആവുക. ഓക്കെ, അപ്പോൾ ഇവിടെ വീക്ക്ലി ബേസിക് അസിഡിക് ആയിരിക്കും, ഇവിടെ വീക്ക്ലി ബേസിക് ആയിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം പൊട്ടാഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും വരുന്നുണ്ടാവുക? അയാളൊരു വീക്ക്ലി ബേസിക് ആണ് കേട്ടോ. വീക്ക്ലി ബേസിക് ആയിട്ടുള്ള ഒരു പിന്നെ സബ്സ്റ്റൻസ് ആണ് വന്നിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും അതിൻ്റെ കളർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ബ്ലൂ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും അവിടെ ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ ബി ഏതാ വരിക? സി ആണ് വരിക. ബ്ലൂ കളർ ആയിരിക്കും ഉണ്ടാവുക. റെഡി? A sample of soil is mixed with water and allowed to settle. The clear supernatant solution turns the pH paper yellowish orange. Which of the following would change the color of this pH paper to greenish blue? Okay, നോക്കിക്കേ, നമ്മളൊരു pH സൊല്യൂഷൻ ഒരു സോയിൽ എടുക്കുകയാണ്. ആ സോയിലിൻ്റെ പ്രത്യേകത എന്താണ്? സോയിലിന്റെ പ്രത്യേകത എന്താണ്? നമ്മളതിന്റെ സൂപ്പർനെറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്തു? വാട്ടറിൽ മിക്സ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഫിൽട്ടർ പേപ്പറിൽ എന്ത് ചെയ്തു? നമ്മളതിനെ എന്ത് ചെയ്തു? ഫിൽട്ടർ ചെയ്തു. അങ്ങനെ താഴെ കിട്ടുന്ന ആ സൊല്യൂഷനാണ് എന്ത്? സൂപ്പർനേറ്റന്റ്. ഓക്കെ, നമ്മളെ റെസിഡ്യൂവിന്റെ ബാക്കിയായിരിക്കും എന്ത് വരുന്നുണ്ടാവുക? റെസിഡ്യൂ സ്വാഭാവികമായിട്ടും ഫിൽട്ടർ പേപ്പർ തന്നെ ഉണ്ടാകും. അതിന് ബാക്കിയാണ് നമ്മൾ സൂപ്പർനേറ്റന്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. ആ സൂപ്പർനേറ്റന്റ് സൊല്യൂഷന്റെ pH എത്രയാണ്? pH നമ്മൾ നോക്കിയപ്പോൾ ഒരു യെല്ലോയിഷ് ഓറഞ്ച് ആണ് മക്കളെ, യെല്ലോയിഷ് ഓറഞ്ച്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് അസിഡിക് ആണോ ബേസിക് ആണോ ആലോചിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ആ സൊല്യൂഷനെ അല്ലെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രീനിഷ് ബ്ലൂയിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ നേരെ ബാക്കി തന്നെ, ഗ്രീനിഷ് ബ്ലൂയിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് എന്ത് സബ്സ്റ്റൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ഇതിൽ തന്നെ വളരെ കറക്റ്റ് ആണ്. യെല്ലോയിഷ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ അല്ലെ, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, യെല്ലോയിഷ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ വരും ഏകദേശം ഇവിടെയാണ് വരുന്നുണ്ടാവുക അല്ലെ. ഏകദേശം ഒരു 4 ഈ റേഞ്ചിലായിരിക്കും, 4 to 5 അല്ലെങ്കിൽ 4 to 3 ഒക്കെ റേഞ്ച് ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ പറഞ്ഞ ഇവിടെ നിൽക്കുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, ഈ പറഞ്ഞ ഏകദേശം ഒരു പെയിൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ബ്ലൂ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? അതിൻ്റെ pH ഇൻക്രീസ് ചെയ്യണം അല്ലെ. pH ഇൻക്രീസ് ചെയ്താലല്ലേ ഈ 3ൽ നിന്നും ഒരു 7ലേക്കും 8ലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ pH ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്താണ് മക്കളെ ആഡ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഒരു ആന്റാസിഡ് ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. കാരണം എന്താ? ലെമൺ ജ്യൂസ് നമുക്കറിയാം എന്താണ്? ഇറ്റ്സ് ആൻ ആസിഡ് അല്ലെ. വിനെഗർ ആസിഡ് ആണ്. പിന്നെ കോമൺ സോൾട്ട് ആഡ് ചെയ്താലോ? ഇത് രണ്ടും ആഡ് ചെയ്താൽ pH ലോ ആവുകയേ ചെയ്യുള്ളൂ അല്ലെ, ഒരിക്കലും കൂടുതൽ. കാരണം ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. ആസിഡ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? pH ഡിക്രീസ് ആണ് ചെയ്യുക, അതുകൊണ്ട് കാര്യമില്ല. സോഡിയം ക്ലോറൈഡ് ആണെങ്കിലോ അല്ലെങ്കിൽ കോമൺ സോൾട്ട് ആണെങ്കിലോ നമുക്കറിയാം എന്തായിരിക്കും വരിക? അത് അവിടെ തന്നെ കിടക്കും. കാരണം കോമൺ സോൾട്ടിന് ഓൾറെഡി എന്താണ്? ഒരു ന്യൂട്രൽ ആണ് വരുന്നുണ്ട്. അവിടെ ന്യൂട്രലും അല്ല, എന്ത് ചെയ്യണം മക്കളെ? അത് ഒരു ലൈറ്റ് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു വീക്ക് ബേസിക് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഒരു ആന്റാസിഡ് ആയിരിക്കണം. ആന്റാസിഡ് നമുക്കറിയാം ഒരു വീക്ക് ബേസ് ആണ്. ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കും? ഒരു മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ ആന്റാസിഡ് അല്ലെ. ഒരു മെഡിസിനും കൂടിയാണ് ആന്റാസിഡ്. നമ്മൾ സ്റ്റൊമക്കിൽ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ആസിഡിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ആന്റാസിഡ് യൂസ് ചെയ്യും. ആന്റി ആസിഡിന്റെ ഓപ്പോസിറ്റ് അഥവാ ഇറ്റ് ഷുഡ് ബി എ ബേസ് ആയിരിക്കണം. അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ളൊക്കെയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്? ആന്റാസിഡ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യാറുള്ളത്. റെഡി? ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും അതിപ്പോൾ ആസിഡ് ബേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ NSCJSന്റെ എക്സാമിൽ കണ്ടാലും എന്ത് ചെയ്യണടാ? നമുക്കവിടെ ഓർമ്മ വരണം എന്ത്? ഇത് ഏത് ടോപ്പിക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് നമുക്കറിയാം ആസിഡ് ബേസ് ആണ് ചാപ്റ്റർ, അതിൽ തന്നെ pHുമായിട്ടാണ് ചോദിച്ചിട്ടുണ്ടാവുക. അവിടെ തന്നെ pHന്റെ റേഞ്ച് നമുക്ക് ഓർമ്മ വരണം. എങ്കിൽ എവിടുന്ന് എങ്ങോട്ടാണ്? ഇത്രയും കാര്യങ്ങൾ ക്വിക്കായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ
നമ്മളെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മൈൻഡ് ഇങ്ങനെ സെർച്ച് ചെയ്യും, എന്ത് എവിടെയായിരുന്നു പഠിച്ചത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നതും. നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ, മോക്ക് ടെസ്റ്റുകൾ വരുമ്പോൾ. അതേപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആൻസർ നമുക്ക് കിട്ടുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സോൾട്ട് വിൽ നോട്ട് ചേഞ്ച് ദ pH ഓഫ് വാട്ടർ ഓൺ അഡീഷൻ? നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഇതിലെ ഏത് സോൾട്ടിലേക്കാണ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ pH എന്ത് ചെയ്യും, വിൽ നോട്ട് ചേഞ്ച്, pH എന്ത് ചെയ്യൂല, അവിടെ ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് ഇതിലെ ഏത് സോൾട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോഡിയം സയനൈഡ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട്, സോഡിയം കാർബണേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണെന്ന് ആൻസർ വരുന്നുണ്ടാവുക മക്കളെ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, എന്തുകൊണ്ടാണ് വരുന്നുണ്ടാവുക? നമുക്കറിയാം സോഡിയം സയനൈഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അല്ലെ NaCN ആണ് സാധനം, സോഡിയം സയനൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഓരോ ഓപ്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഈ പറഞ്ഞതിൽ സോഡിയം സയനൈഡ് ഒരു അസിഡിക് നേച്ചർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇതൊരു അസിഡിക് നേച്ചർ ആണ്. സ്വാഭാവികമായിട്ടും pH എന്ത് ചെയ്യും, ഡിക്രീസ് ആയിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക. സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും നമുക്കറിയാം എന്താണ്, ബേസിക് നേച്ചർ ആണ് ഉണ്ടാവുക. ഈ രണ്ടുപേർക്കും ബേസിക് നേച്ചർ ആണ്. നമ്മൾ ഓൾറെഡി സ്കൂളിൽ തന്നെ പഠിച്ച കാര്യമാണ്. സോഡിയം സയനൈഡ് ഒരു പക്ഷെ നമുക്ക് അത്ര പരിചയമില്ലാത്തുണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പറഞ്ഞ pH ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാവുക. സോഡിയം ക്ലോറൈഡ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും കൂടിയും അല്ലെ റിയാക്ട് ചെയ്ത് കണ്ടാണ് എന്തുണ്ടാവുക, സോഡിയം ക്ലോറൈഡ് പോലെയുള്ള ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ട് ഉണ്ടാവുക. അപ്പൊ സോൾട്ട് തന്നെ 3 ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലെ, അസിഡിക് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ബേസിക് ഉണ്ട്. അതൊക്കെ ഓൾറെഡി അറിയാലോ. ഓക്കെ, അപ്പൊ സോഡിയം ക്ലോറൈഡ് ഇസ് എ ന്യൂട്രൽ സോൾട്ട്. അയാൾ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കൂല, അല്ലെങ്കിൽ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യൂല, ഈ പറഞ്ഞ അതിന്റെ pH ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് സോൾട്ട്സ് വിൽ നോട്ട് ചേഞ്ച് ദ pH ഓഫ് വാട്ടർ ഓൺ അഡീഷൻ? ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടറിലേക്ക് എന്ത് ചെയ്യാണ്, ഇതിലെ ഏത് സോൾട്ട് ആഡ് ചെയ്താലാണ് അതിന്റെ pH ചേഞ്ച് ചെയ്യാത്തത് എന്നാണ് മക്കളെ. വിൽ നോട്ട് ചേഞ്ച് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഡിയം സയനൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് ഇതൊക്കെ നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ pH ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? അവിടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ കാണാൻ പറ്റും അല്ലെ. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആരൊക്കെയാണ് ഈ പറഞ്ഞ വാട്ടർ നമുക്കറിയാം ഓൾറെഡി എന്താണ്, ന്യൂട്രൽ ആണ്. അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അത് ന്യൂട്രൽ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടാവുക. ഓഫ് കോഴ്സ് ആരായിരിക്കും, ഒരു ന്യൂട്രൽ സോൾട്ട് ആഡ് ചെയ്താലായിരിക്കും ഉണ്ടാവുക അല്ലെ. ഇതിൽ ന്യൂട്രൽ ആയിട്ടുള്ള ആൾ ആര് മാത്രമാണ്, സോഡിയം ക്ലോറൈഡ് മാത്രമാണ്. സോ ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക, സോഡിയം ക്ലോറൈഡ് തന്നെ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സബ്സ്റ്റൻസിനെയും വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് അയോൺസ് ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം സയനൈഡ്. ഈ സോഡിയം സയനൈഡ് നമുക്കറിയാം Na+ ഉണ്ടാകും, Cn- ഉണ്ടാകും. സയനൈഡ് ആണ്, നമുക്ക് അത്ര പരിചയമാത്ത ഒരാളുണ്ടാവുക, Na+ഉം Cn-ഉം. ഇത് ഈ പറഞ്ഞ Na+ നമുക്കറിയാം ഇയാൾ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് റോളൊന്നും ഈ pH വഹിക്കുന്നില്ല. pH Na+ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്നാൽ സയനൈഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേ സയനൈഡ് എന്ത് ചെയ്യും, നമ്മളെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. H2O റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ HCN എന്ന് പറയുന്ന സംഗതി ഉണ്ടാകും, പ്ലസ് ആരുണ്ടാകും, OH- ഉണ്ടാകും. OH-. ഓക്കെ, ഈ പറഞ്ഞ OH- എമൗണ്ട് ഇവിടെ കുറച്ച് കൂടുതലാകുന്നത് കൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ എന്താകും, ബിക്കം എ ബേസിക് ഓർ ആൽക്കലൈൻ ആകും. കാരണം എന്തേ, OH-ന്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ അവിടെ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഈ സോഡിയം കാർബണേറ്റും ഇതേപോലെ തന്നെയാണ്. സോഡിയം കാർബണേറ്റിൽ ആരൊക്കെയുള്ളത്, Na2CO3. ഇയാൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Na+ഉം അതേപോലെ തന്നെ CO3 2- ഉണ്ടാവുക, കാർബണേറ്റ് അയോൺ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ Na+ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. ബട്ട് നമുക്കറിയാം ഈ പറഞ്ഞ CO3 2- വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരുണ്ടാകും, ഈ പറഞ്ഞ HCO3-, HCO3-ഉം
പ്ലസ് OH- ഉണ്ടാകും. ഓക്കെ, കാരണം ഇതിലേക്ക് ഒരു H എന്ത് ചെയ്യും, ഒരു H എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്യും. സോ HCO3- ആൻഡ് OH-. അവിടെയും OH- എണ്ണം കൂടുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇറ്റ് ഇസ് ഒരു ബേസിക് സൊല്യൂഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോഡിയം ബൈകാർബണേറ്റും ഏകദേശം ഇതേപോലെ തന്നെ. പക്ഷേ ഈ പ്രശ്നമൊന്നും ആർക്കും ചേട്ടാ സോഡിയം ക്ലോറൈഡില്ല. കാരണം എന്തേ, സോഡിയം ക്ലോറൈഡ് ഡിവൈഡ് ചെയ്താൽ ആരുണ്ടാവുക, Na+ഉം അതേപോലെ തന്നെ Cl- ആണ്. Na+ pH എഫക്ട് ചെയ്യുന്ന ഫാക്ടർ അല്ല, ക്ലോറിൻ മൈനസും ഈ പറഞ്ഞ H2OA അല്ലെങ്കിൽ pH എഫക്ട് ചെയ്യുന്ന ഫാക്ടർ അല്ല. ഓക്കെ, അയാൾ എന്ത് ചെയ്യില്ല, ക്ലോറിൻ മൈനസ് ഈ പറഞ്ഞ പോലെ H2O യുമായി കൂടിച്ചേർന്ന് കണ്ട് ഈ പറഞ്ഞ OH എണ്ണോ H+ എണ്ണോ ഒന്നും ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല. അവിടെ ഏതെങ്കിലും ഒന്ന് ഇൻക്രീസ് ചെയ്താലല്ലേ ഈ പറഞ്ഞ pH ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് ആണ് എന്തുള്ളത്, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടുണ്ടാവുക. സോഡിയം ക്ലോറൈഡ് ഒരു ന്യൂട്രൽ സോൾട്ട് ആണ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ ഇത്രയും റിയാക്ഷൻസ് ഒന്നും അവിടെ ആലോചിക്കണം എന്നില്ല. നേരെ മറിച്ച് സോഡിയം ക്ലോറൈഡ് ഒരു ബേസിക് സോൾട്ട് ആണ്. അയാൾ ആഡ് ചെയ്താൽ എന്തുണ്ടാവൂല, ഈ പറഞ്ഞ രൂപത്തിൽ സൊല്യൂഷനിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ വാട്ടറിൽ പ്രത്യേകിച്ച് pH ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. റെഡി? ഓക്കെ, കോപ്പർ സൾഫേറ്റ് ഈസ് ദ സോൾട്ട് ഓഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ സൾഫേറ്റ് ഈസ് ദ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഏതായിരിക്കും മക്കൾ ആൻസർ വരിക? കോപ്പർ സൾഫേറ്റിലിടാ. നമുക്കറിയാം എങ്ങനെയാണ് ഒരു സോൾട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നുണ്ടാവുക, ഒരു ആസിഡ് എടുക്കണം, ഒരു ബേസ് എടുക്കണം, അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ ഒരു സോൾട്ടിലെ എപ്പോഴും പോസിറ്റീവായി വരുന്ന ഭാഗം എപ്പോഴും എവിടുന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, ബേസിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ കോപ്പർ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും അവിടുത്തെ ബേസ്. സൾഫേറ്റ് വരുന്ന ഭാഗം എവിടുന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, ആസിഡ് എന്നാണ് വന്നിട്ടുണ്ടാവുക. അപ്പോഴല്ലേ ഈ റിയാക്ഷൻ നടക്കുക. ഓക്കെ, കോപ്പർ ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം എന്താണ്, ഒരു വീക്കായ ബേസ് ആണ്. ഓക്കെ, അതേപോലെ സൾഫ്യൂരിക് ആസിഡോ ഒരു സ്ട്രോങ് ആയ ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അല്ലെ? ഒരു സ്ട്രോങ് ആസിഡ് ആണ് ആൻഡ് ആൾസോ ഒരു വീക്ക് ബേസ് ആണ്, അല്ലെ? കോപ്പർ ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ വീക്ക് ബേസ് ആണ്, അല്ലെ? എന്നാലോ നമുക്കറിയാം ഈ പറഞ്ഞ H2SO4 HCl ഒക്കെ എന്താണ്, സ്ട്രോങ് ആസിഡ് ആണ്. അറ്റ് ദ സെയിം ടൈം അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ് പോലെയുള്ള ആസിഡുകളൊക്കെ എന്താണ്, വീക്ക് ആസിഡ് ആണ്. അപ്പൊ സ്ട്രോങ് ആസിഡ് ആരൊക്കെയാ, വീക്ക് ആസിഡ് ആരൊക്കെയാ, സ്ട്രോങ് ബേസ് ആരൊക്കെയാണ്, വീക്ക് ബേസ് ആരൊക്കെയാണ്. ഇത് വെച്ചുകൊണ്ട് ആ സോൾട്ട് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണെന്ന് പറയാൻ പറ്റണം. ഇവിടെ അത് ആരൊക്കെ വെച്ചിട്ടാണ്, അതിന്റെ റിയാക്ടൻസ് ആരൊക്കെ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. സോ നമ്മൾ ഓപ്ഷൻ സി ആയിരിക്കും എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഏത് സോൾട്ട് കിട്ടിയാലും അത് ഏത് ടൈപ്പാണ്, അവിടെ ഏത് ആസിഡാണ്, ഏത് ബേസ് ആണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള ആൾ എപ്പോഴും ബേസ് എന്നാണ്, നെഗറ്റീവായ ആൾ എപ്പോഴും എന്തായിരിക്കും, ആസിഡ് എന്നാണ് വരിക എന്നുള്ളത് ഒരു പോയിന്റ് അവിടെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ pH വാല്യൂ ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് HCOONA. HCOONA പറഞ്ഞാൽ സോഡിയം അസറ്റേറ്റ്. HCOOH എന്നൊക്കെ അറിയാം, ഏതാണ്, അസറ്റിക് ആസിഡ് ആണ് വരുന്നുണ്ടാവുക. സോറി, അസറ്റിക് അല്ല, ഫോമിക് ആസിഡ് ആണ് വരുന്നുണ്ടാവുക, HCOOH. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം, ഇതിനെ സോഡിയം ഫോമേറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സോഡിയം മെത്തനോയേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, മെത്തനോയിക് ആസിഡ് ആണ് ഫോമിക് ആസിഡ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ സോഡിയം വരുന്നത് കൊണ്ട് അതിന്റെ സോൾട്ട് ആണ് സോഡിയം മെത്തനോയേറ്റ്. ഇനിയോ CH3COONH4. NH4 ആരാ, അമോണിയം ആണ്, അല്ലെ? അമോണിയം അസറ്റേറ്റ് അല്ലെങ്കിൽ അമോണിയം എത്തനോയേറ്റ് രണ്ടും വിളിക്കാം. ഓക്കെ, ഇനി NaOH ഉണ്ട്, HCl ഉണ്ട്. ഓക്കെ, അപ്പൊ ആരൊക്കെ കൊടുത്തത്, 1, ഇയാൾ 2, ഇത് 3 ആണ് കേട്ടോ. സോറി, ഇത് 3 ആണ്. ആൻഡ് HCl ഇയാൾ ആരായിരിക്കും, 4 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നമ്പർ തെറ്റെടുത്ത് മാറിപ്പോയതാണ്. വിൽ ബി ഇൻ ദ ഓർഡർ, ഏത് ഓർഡറിലായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയും സൊല്യൂഷൻസിന്റെ 0.1 മോളാർ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതിന്റെ എന്ത് നോക്കണം, pHന്റെ ഓർഡർ നമുക്ക് ഇവിടെ നോക്കിയാൽ പറ്റും. ഹയസ്റ്റ് ടു ലോവസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആരാ, പിന്നെ ആരാ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കടാ, വളരെ ഈസിയാണ്, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആളുകളൊക്കെ എവിടെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് മതി, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമുക്കറിയാം NaOH, അല്ലെ? NaOH ആണെന്ത്, നാലാമതായിട്ട്, സോറി 4 ഇവിടെ വരുന്നുണ്ടാവുക, മൂന്നാമതായിട്ട്, അല്ലെ? മൂന്നാമത്തെ ആളായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അത് നമുക്കറിയാം ഒരു സ്ട്രോങ് എന്താണ്, ബേസ് ആണ്. സ്ട്രോങ് ബേസ് ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യും. നമുക്കറിയാം സ്ട്രോങ് ബേസ് pH എവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക, അല്ലെ? ഇത് നമ്മളെ pH ആണെങ്കിൽ ഇത് 7, ന്യൂട്രൽ ഏകദേശം, അല്ലെ, ഒരു 13, അല്ലെങ്കിൽ സ്ട്രോങ് ബേസ് ഒക്കെ ഏറ്റവും റൈറ്റ് സൈഡിൽ അയാൾക്കായിരിക്കും pH ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഇനി രണ്ടാമത് ഫസ്റ്റ് പറഞ്ഞ ആരാ,
HCOON. HCOA എന്ന് പറഞ്ഞാൽ സോഡിയം മെത്തനോയേറ്റ്. ഈ സോഡിയം മെത്തനോയേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക? നമുക്കറിയാം സോഡിയം എന്ന് പറയുന്ന ഭാഗം ഏതായിരിക്കും വരിക? പോസിറ്റീവായ പാർട്ടാണ്. പോസിറ്റീവ് എപ്പോഴും എന്തായിരിക്കും? ഒരു ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ OH വരുന്ന ആളായിരിക്കും. സോ ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് ഏതായിരിക്കും വരുന്നുണ്ടാവുക? വീക്ക് ആസിഡ് ആണ്. കാരണം എന്താ? HCOOHും അതേപോലെ തന്നെ HCOOHും NaOHും കൂടി വരുമ്പോഴാണ് എന്ത് വരിക? ഈ പറഞ്ഞ HCOON വരിക. ഇയാള് ഈ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, സോ സ്ട്രോങ് ബേസ് ആണ്, വീക്ക് ആസിഡ് ആണ്. സ്വാഭാവികമായിട്ടും ആരാ വരിക? ആരാണോ സ്ട്രോങ് അതിന്റെ സോൾട്ട് ആണ് അല്ലെ? അപ്പൊ അവിടെ സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ബേസിക് സോൾട്ട്. ഇയാൾ എന്തായിരിക്കും? ഒരു ബേസിക് സോൾട്ട് ആണ്. ബേസിക് സോൾട്ട് എന്ന് പറയുമ്പോൾ pH ഏകദേശം ഒരു 8 to 9 റേഞ്ച് ആണ്. അപ്പൊ നമ്മൾ NaOH കഴിഞ്ഞാൽ പിന്നെ ആരാണ് രണ്ടാമത്തെ ചാൻസ് pH ഏറ്റവും കൂടുതലുള്ളത് HCOONേക്കാണ്. ഇനി ഇയാൾ എങ്ങനെ ഉണ്ടായി നോക്കിയാൽ മതി അല്ലെ? അമോണിയം എത്തനോയേറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമോണിയം ഇതാണ് പോസിറ്റീവ് ഭാഗം, ഇയാളാണ് നെഗറ്റീവ് ഭാഗം. അമോണിയത്തിന്റെ ആരെടുക്കുക? നമ്മൾ പറഞ്ഞ പോലെ ബേസ് എടുക്കുക. അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കേണ്ടി വരും ഇവിടെ, NH4OH. ആൻഡ് ആരെടുക്കേണ്ടി വരും? അസറ്റിക് ആസിഡ് CH3COOH. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ NH4OH എന്ത് ചെയ്യും? ഈ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? അമോണിയം എത്തനോയേറ്റ് കിട്ടും. സോ NH4OH ഈസ് എ വീക്ക് ബേസ് അല്ലെ? ഒരു വീക്ക് ബേസ് ആണ്. അസറ്റിക് ആസിഡോ വീക്ക് ആസിഡ് ആണ്. രണ്ടുപേരും വീക്കാണ്. സ്വാഭാവികമായിട്ടും എന്ത് വരും? ഏകദേശം ഒരു ന്യൂട്രൽ സോൾട്ട് പോലെ വരും. പക്ഷേ ഈ കേസിൽ എന്ത് വരുന്നുണ്ട്? ഒരു സ്ലൈറ്റ്ലി അല്ലെ? ഓൾമോസ്റ്റ് 6 ആണ്, ഓൾമോസ്റ്റ് 7 ആണ്. ഇയാളൊരു ഇതിന്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി എന്തുണ്ട്? ഒരു അസിഡിക് നേച്ചർ ഓർ ബേസിക് നേച്ചർ ആ രൂപത്തിലാണ് വരുന്നുണ്ടാവുക. അപ്പൊ pH നോക്കുകയാണെങ്കിൽ ഏകദേശം 7ന്റെ നിയറസ്റ്റ് ആയിട്ട് അല്ലെ? ഓൾമോസ്റ്റ് ന്യൂട്രൽ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഈ രൂപത്തിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പൊസിഷൻ ആയിരിക്കുക? ഈ പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാവുക. HCl നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഒരു സ്ട്രോങ് ആസിഡ് ആണ്. pH നിയർ 1 അല്ലെങ്കിൽ 2 ഒക്കെയാണ് വരുന്നുണ്ടാവുക അല്ലെ? അപ്പൊ ഇയാൾക്കാണ് ഏറ്റവും ലോ ആയിട്ടുണ്ടാവുക. അപ്പൊ ഓർഡർ വരിക NaOH, പിന്നെ ഈ പറഞ്ഞ സോഡിയം മെത്തനോയേറ്റ്, പിന്നെ അമോണിയം അസറ്റേറ്റ്, ദെൻ HCl അല്ലെ? നമ്മൾ ആൻസർ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ? ഈ പറഞ്ഞ ആള് NaOH ആണ് ഏറ്റവും കൂടുതൽ, ഒന്നാം സ്ഥാനം പറഞ്ഞു. ദെൻ രണ്ടാമതായിരിക്കുക സോഡിയം മെത്തനോയേറ്റ്. തേർഡ് വൺ ആയിരിക്കുക ഈ പറഞ്ഞ നമ്മളെ CH3COONH4. ദെൻ ലാസ്റ്റ് വൺ ഈസ് HCl. ഇതായിരിക്കും അതിന്റെ പൊസിഷൻ ഉണ്ടാവുക അല്ലെ? 1 2 3 4 അല്ലെ? 3 1 2 4 3 1 2 4. ഓപ്ഷൻ ബി ആയിരിക്കും എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഈ രൂപത്തിൽ മാറിപ്പോവാതെ എന്ത് ചെയ്യണം? ഇത് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The concentration mole per liter of hydronium ion, that is H3O plus ion, for a solution having pH 8.24 is. ഓക്കെ, അപ്പൊ ഒരു സൊല്യൂഷൻ ഉണ്ട്, അയാളുടെ pH തന്നിട്ടുണ്ട്. സാധാരണ ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളോട് ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ തരും. ഓക്കെ, എന്നിട്ട് pH കാണാൻ വേണ്ടി ചോദിക്കും. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. pH തന്നിട്ടുണ്ട് എങ്കിൽ എത്ര ഹൈഡ്രോണിയം അയോൺ ഉണ്ട്? എടാ, ഈ H+ അയോണും H3O+ അയോണും സെയിം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് pH രണ്ട് രൂപത്തിൽ കാണാം. ഒന്നുകിൽ pH നമ്മൾ സാധാരണ ഇതിൽ എങ്ങനെ? pH is equal to negative logarithm of H+ അയോൺ എന്നാണ്. അത് സൊല്യൂഷനിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ H+ H2Oയുമായി കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? H3O+. ഈ H3O+ന്റെ പേരാണ് എന്ത്? ഹൈഡ്രോണിയം അയോൺ. ഇയാൾ H+ അല്ലേ? അത് വാട്ടറുമായി ചേരുമ്പോഴാണ് ഹൈഡ്രോണിയം അയോൺ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് pH എന്ന് വിളിക്കാം. pH is equal to നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ എന്ന് പറയാം. മറ്റൊരു വേറൊരു ടേമിൽ പറയുകയാണെങ്കിൽ ഹൈഡ്രോണിയം അയോണിന്റെ നെഗറ്റീവ് ലോഗരിതം എന്ന് പറയാം. ഓക്കെ, ശരി, നമുക്ക് ഇവിടെ pH ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? So pH is equal to negative logarithm of hydronium ion. ഈ പറഞ്ഞ ലോഗിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ വരിക? 10⁻⁻ pH എന്നാണ് വരിക. ഇത് ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ആണ്, അത് നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കണം. ഓക്കെ, ലോഗരിതത്തെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 10⁻⁻ pH എന്നാണ് വരുന്നുണ്ടാവുക. സോ നമുക്ക് ഈ പറഞ്ഞ ഹൈഡ്രോണിയം അയോണിന്റെ എണ്ണമാണ് കിട്ടേണ്ടത്. pH ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 8.26 ആണ് തന്നിട്ടുണ്ട്. സോ 10⁻8.26 എന്ന് കിട്ടും. ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 10⁻8
ഇൻറ്റു 10⁻².6. ഇതും നമുക്കറിയാം PH പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ടൂളായിരുന്നു, ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ് അല്ലേ. ഈ പറഞ്ഞ ആൾ 10⁻8.26നെ 10⁻8 ഇൻറ്റു 10⁻0.26 എന്ന് എഴുതാം. ഓക്കെ, 10⁻8 ആ വാല്യൂ അവിടെ തന്നെ നിൽക്കട്ടെ. ഈ പറഞ്ഞ 10⁻0.26 അതിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലേ. 10⁻0.26 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ വരും? 0.55 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, 10⁻0.26 എന്ന് പറഞ്ഞാൽ ഏത് വരും? ഈ പറഞ്ഞ 0.55. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻറ്റു 0.55 എന്ന് എന്ത് ചെയ്യുന്നു? എഴുതുന്നു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? 0.55 ഇൻറ്റു 10⁻8 എന്ന് പറഞ്ഞാൽ എത്ര ഇടാ? 5.5 ഇൻറ്റു 10⁻9 അല്ലെ. ഒരു പോയിന്റ് അങ്ങോട്ട് ഇട്ടപ്പോൾ 10⁻9 എന്ന് എന്ത് ചെയ്തു? നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഈ രൂപത്തിലാണ് എന്ത് വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഏതായിരിക്കും വന്നിട്ടുണ്ടാവുക? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 5.5 ഇൻറ്റു 10⁻9 ആണ് ആൻസർ ആയിട്ട് വരിക. കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. റെഡി? Which of the following statement is or are true if 1 mole of H3PO(X) എന്ന് കൊടുത്തിട്ടുണ്ട്. H3PO(X) ആണ് is completely neutralized by 40 gram of NaOH. അപ്പോൾ ഇതൊന്നും കുറച്ച് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ, അത്ര ഈസി അല്ല. ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് ആൻസർ കിട്ടുക. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ എന്താ? എക്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ആസിഡ്, അവിടെ യൂസ് ചെയ്ത ആസിഡ് ഒരു മോണോ ബേസിക് ആസിഡ് ആയിരിക്കും എന്നറിയാം. ഓക്കെ, മോണോ ബേസിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? 1H+ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് ആയിരിക്കണം. ഓക്കെ, X3 ആണെന്ന് പറയുന്നുണ്ട്. ആസിഡ് അവിടെ ഡൈ ബേസിക് ആയിരിക്കണം. 2H+ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈ ബേസിക്. എക്സിന്റെ വാല്യൂ 4 ആണെന്ന് പറയുന്നുണ്ട്, അതൊരു ട്രൈ ബേസിക് ആണെന്ന് പറയുന്നുണ്ട്. എക്സിന്റെ വാല്യൂ 2 ആവണം. ആൻഡ് ആസിഡ് ഡസ് നോട്ട് ഫോം ആൻ ആസിഡ് സോൾട്ട് എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ കയ്യിൽ 40 gram NaOH ഉണ്ട്. എടാ, 40 gram NaOH എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 40 gram NaOHന്റെ നമുക്കറിയാം മോൾ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗിവൺ മാസിനെ അതിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഗിവൺ മാസ് എത്ര? 40. NaOHന്റെ മോളിക്കുലാർ മാസ് എത്രടാ? Na നമുക്കറിയാം 23 ആണ്, ഹൈഡ്രജൻ 16 ആണ്, സോറി ഓക്സിജൻ 16 ആണ്, ഹൈഡ്രജൻ 1 ആണ്. എല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര തന്നെ കിട്ടും മക്കളെ? 40 തന്നെ കിട്ടും. 23, 16, 1, 40 തന്നെ കിട്ടും. സോ 40/40 എത്ര മോളാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മോളാണ്. ഓക്കെ, സോ ഇവിടെ റിയാക്ഷൻ എന്താ വരുന്നത്? 1 മോൾ NaOH ഈ പറഞ്ഞ H3POXുമായിട്ട് റിയാക്ട് ചെയ്യാണ്. റെഡി? അപ്പൊ എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുകയാണെ, നമ്മൾ ഈ പറഞ്ഞ H3PO വെച്ചുള്ള ആസിഡുകളെ ഒന്ന് ആലോചിച്ച് നോക്കുക. H3PO വെച്ച് there are 3 ആസിഡ്, 3 ആസിഡുകൾ വരും. ഏതൊക്കെയെന്നറിയോ? ഒന്ന് H3PO4 വരാം. H3PO4 അതേപോലെ തന്നെ ഒന്നാണ് H3PO3 എന്ന് പറയുന്ന ആസിഡ് ഉണ്ട്. ഒന്ന് H3PO2 എന്ന് പറയുന്ന ആസിഡ്. നമുക്ക് റിയാക്ഷൻസ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം H3PO4 എടുക്കുകയാണെ. H3PO4 പേരാണ് ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ഫോസ്ഫോറിക് ആസിഡ് ഈ പറഞ്ഞ NaOHുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഫോസ്ഫോറിക് ആസിഡ് നമുക്കറിയാം ഒരു ട്രൈ ബേസിക് ആസിഡ് ആണ്. അയാൾ എന്ത് ചെയ്യും? 3 H+ പ്രൊഡ്യൂസ് ചെയ്യും. 3 H+ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NaOHൽ നമുക്കറിയാം ഒരു സിംഗിൾ OH ഉള്ളൂ. സോ വി ഷുഡ് ടേക്ക് 3 മോൾ NaOH എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 3 മോൾ NaOH എടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ റിയാക്ഷൻ അവിടെ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്തു പോകുള്ളൂ. 3 H+ഉം 3 OH- അപ്പം ന്യൂട്രലൈസ് ചെയ്യും. പക്ഷെ നമ്മുടെ കയ്യിൽ 3 H+ ഉണ്ടോ, സോറി 3 OH- ഉണ്ടോ, അല്ലെങ്കിൽ 3 മോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇയാൾ ഏതായാലും പറ്റൂല. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ H3PO4 അല്ലേ, രണ്ടാമത്തത് H3PO3 എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട് ഫോസ്ഫറസ് വെച്ച് തന്നെ. അതിന്റെ പേരാണ് ഫോസ്ഫോറസ് ആസിഡ് എന്ന് വിളിക്കുക. ഫോസ്ഫോറസ്. ഓക്കെ, അത് H3PO3 ആണ്. ഇയാൾ ട്രൈ ബേസിക് ആണെങ്കിൽ ഇയാൾ ഡൈ ബേസിക് ആണ്, അഥവാ 2 H+ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ OH എത്ര എടുക്കേണ്ടി വരും? NaOH എത്ര എടുക്കേണ്ടി വരും? 2 മോൾ എടുക്കേണ്ടി വരും. കണ്ടോ? കാരണം എന്തേ? എന്നാലേ 2 OH- ഇതും കൂടി ന്യൂട്രലൈസ് ചെയ്യുള്ളൂ. അപ്പൊ അയാളെയും പറ്റൂല.
എന്നാൽ H3PO2 എന്ന് പറയുന്ന ആസിഡ് ഉണ്ട്. H3PO2 ഇറ്റ് ഈസ് അയാളെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിനെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാള് 1H+ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മോണോ ബേസിക് ആണ്. 1H+ ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? 1OH- മതി അല്ലെ? ഒരു സിംഗിൾ OH- മതി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുള്ള 1 മോള് അവിടെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മോൾ എന്തെടുത്താൽ മതി? H3PO2 എടുത്താൽ മതി. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ H3POX എന്ന് പറയില്ലേ? H3POX ആ എക്സിന്റെ സ്ഥാനത്ത് എത്ര ഇവിടെ വന്നത് മക്കളെ? 2 ആണ് വന്നിട്ടുണ്ടാവുക. 2 ആണ് വന്നിട്ടുണ്ടാവുക. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 2 വരും അല്ലെ? എക്സിന് 2 ആണ്. ആൻഡ് ദ ആസിഡ് ഈസ് മോണോ ബേസിക്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇയാൾ ട്രൈബേസിക് ആയിരുന്നു, ഇത് ഡൈബേസിക് ആണ്, ഇയാൾ മോണോ ബേസിക് ആയിട്ടുള്ള ആസിഡ് ആണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. കണ്ടോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊക്കെ ടൈപ്പാണ് ഈ പറഞ്ഞ ഫോസ്ഫോറിക് ആസിഡ്, അതേപോലെ തന്നെ ഫോസ്ഫോറസ് ആസിഡ്, ഹൈപ്പോഫോസ്ഫോറസ്, അവിടെ തന്നെ ട്രൈബേസിക്, ഡൈബേസിക്, മോണോബേസിക് ഉണ്ട് എന്ന് എന്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 50 ml of 0.1 molar acetic acid solution is taken in a beaker and 2 wires are dipped in it shown in the following figure. നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും അസറ്റിക് ആസിഡ് ഉണ്ട്, ഈ രൂപത്തിലൊരു അറേഞ്ച്മെന്റ് അവിടെ ചെയ്തിട്ടുണ്ട്. when an electric supply is switched on the bulb glows. സ്വാഭാവികമായും നമുക്കറിയാം ഒരു ആസിഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ഈ പറഞ്ഞ ബൾബ് ഗ്ലോ ചെയ്യും. to this solution distilled water is added. അതിലേക്ക് എന്ത് ചെയ്തു? ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തു. till the volume doubles. During the addition of water, the intensity of the bulb remain unchanged, goes on decreasing, goes on increasing, suddenly becomes 0. Okay, ഇതിലേക്ക് ഇത്രയുള്ളൂ സിമ്പിൾ. ഈ പറഞ്ഞ അസറ്റിക് ആസിഡിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ആഡ് ചെയ്യുന്നു? ഡിസ്റ്റിൽഡ് വാട്ടറിനെ ആഡ് ചെയ്താൽ അവിടെ ഇലക്ട്രിസിറ്റി കൂടോ കുറയോ? ഇലക്ട്രിസിറ്റി കൂടിയാൽ സ്വാഭാവികമായിട്ടും ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യും, ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ ബൾബ് എന്ത് ചെയ്യും? ഡിക്രീസ് ആയിരിക്കും. ആ രൂപത്തിൽ അത് ചേഞ്ച് ചെയ്യാതെ അവിടെ തന്നെ കിടക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അവിടെ ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. അതിന് റീസൺ കൂടി ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് പറഞ്ഞു തരാം. ഈ പറഞ്ഞ ഇവിടെ എടുത്തിരിക്കുന്ന ആളാരും നോക്കിയ മക്കളെ? അസറ്റിക് ആസിഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH ആണ്. ഓക്കെ, ഈ പറഞ്ഞ ആളെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? CH3COO- പ്ലസ് അതേപോലെ തന്നെ H+ ആയിട്ടാണ് ഉണ്ടാവുക. എടാ, ഈ റിയാക്ഷന് പ്രത്യേകം എന്താ അറിയോ? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നമുക്ക് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവാം, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റും ആകാം. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ കേസിൽ ഇവർ ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടി ട്രൈ ചെയ്യും. ഇവിടെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇവിടെ അഫക്റ്റ് ചെയ്യും. അതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത് ഈ പറഞ്ഞ സിസ്റ്റത്തിൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? നോർമലി അസറ്റിക് ആസിഡിലെ അയോൺസ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ കണ്ടക്ടിവിറ്റി നടക്കുന്നുണ്ട്. ആ കണ്ടക്ടിവിറ്റി വെച്ചുകൊണ്ട് ഇവിടെ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ സിസ്റ്റം അൺഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ത് സംഭവിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രോസസ്സ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി, സിസ്റ്റം എന്ത് ചെയ്യുന്നറിയോ? ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള ഒരു പ്രോസസ്സ് നടത്തും. ഇവിടെ ഞാൻ പ്രഷർ കുറച്ചു, സിസ്റ്റം എന്ത് ചെയ്യുന്നറിയോ? പ്രഷർ കൂട്ടാനുള്ള ഒരു വർക്ക് ഓട്ടോമാറ്റിക്കലി സെൽഫായിട്ട് എടുക്കും. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചതറിയോ? ഞാൻ ഇതിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. കാരണം ഞാൻ വാട്ടർ ആഡ് ചെയ്യല്ലേ, ഡൈല്യൂട്ട് ചെയ്യല്ലേ, അപ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ഒരു വർക്ക് നടക്കും. ആ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. അഥവാ ഇവിടെ നിന്നും റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവാനുള്ള ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? അവിടെ ഓട്ടോമാറ്റിക്കലി കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈ പറഞ്ഞ അയോണുകളുടെ എണ്ണം കൂടും. കാരണം എന്തേ? നേരത്തെ പറഞ്ഞ അസറ്റിക് ആസിഡ് പാർഷ്യലി നമുക്കറിയാം ഒരു വീക്ക് ആസിഡ് ആണ്. വീക്ക് ആസിഡ് ആയിട്ട് തന്നെ ഇതിലുള്ള എല്ലാവരും എന്തായിട്ടുണ്ടാവില്ല? കംപ്ലീറ്റ്ലി അയോണൈസ് ആയിട്ടുണ്ടാവില്ല. കുറേ
കുറേയൊക്കെ ആളുകൾ അസറ്റേറ്റ് അയോൺ, കുറേ ആൾക്കാർ H+ അയോൺ, കുറേ ആൾക്കാർ അയോണൊന്നും ആവാതെ അസറ്റിക് ആസിഡായിട്ട് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ അവിടെ വാട്ടർ ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയും കൂടുതൽ അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. എടാ, അയോൺസിന്റെ എണ്ണം കൂടിയാൽ സ്വാഭാവികമായിട്ടും കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി കൂടും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? കണ്ടക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഇലക്ട്രിസിറ്റി അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. കണ്ടോ, ഒരു ചെറിയ പ്രോസസ്സ് പോലും എങ്ങനെയാണ് കെമിസ്ട്രിയിലെ ഓരോ കാര്യങ്ങളെയും എഫക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും, ഐഡിയ കിട്ടും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഹർഷ വാസ് ട്രൈങ് ടു ന്യൂട്രലൈസ് ഫോസ്ഫോറിക് ആസിഡ് യൂസിങ് വേരിയസ് ബേസസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് H3PO4 എന്ത് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്യുന്നു. ദോസ് അവൈലബിൾ വേർ കോസ്റ്റിക് സോഡ ഉണ്ട്. അപ്പൊ ആരൊക്കെയുള്ളത്? ഈ പറഞ്ഞ കോസ്റ്റിക് സോഡ വെച്ചിട്ടുണ്ട് ആദ്യം ഒന്ന്, ദെൻ ലൈം വാട്ടർ ഉണ്ട്, ഹൈഡ്രേറ്റഡ് അലുമിനിയം ഉണ്ട്. ഇഫ് ഹർഷ took 1 equivalent of phosphoric acid each time, 1 equivalent phosphoric acid ആണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, what will be the ratio of moles of each of the above bases required for complete neutralization? ഒരു കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടക്കാൻ ഈ പറഞ്ഞ 3 ബേസുകളും എത്ര മോൾ വീതമാണ് എടുക്കേണ്ടത്, അതിൻ്റെ റേഷ്യോ എന്താണ്? അഥവാ ഇവിടെ നമ്മൾ 1 equivalent ഫോസ്ഫോറിക് ആസിഡ് എടുത്താൽ അവിടെ 1 മോൾ കോസ്റ്റിക് സോഡ, NaOH ആണ് കോസ്റ്റിക് സോഡ. അതേപോലെ തന്നെ 1 മോൾ നമ്മൾ പറഞ്ഞ ലൈം വാട്ടർ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ആൻഡ് 1 മോൾ ഹൈഡ്രേറ്റഡ് അലുമിന അഥവാ അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇങ്ങനെയാണോ എടുക്കേണ്ടത്? അല്ല 1:0.5, 0.33 ആണോ, 1:2:3 ആണോ, 1:0.35 ഈ റേഷ്യോയിലാണോ? ഏത് റേഷ്യോയിൽ എടുത്താലാണ് ഈ പറഞ്ഞ 3 ആളുകളെയും വെച്ചുകൊണ്ട് 1 equivalent ഫോസ്ഫോറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ് നമുക്കറിയാം ഒരു ട്രൈബേസിക് ആസിഡ് ആണ്. ട്രൈബേസിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇറ്റ് പ്രൊഡ്യൂസ് 3H+ അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യണം. എടാ, 1 equivalent എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ, ഈ ഈക്വലന്റ് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല അല്ലെ, അത്ര ഫെമിലിയർ ടേം അല്ല. 1 equivalent എന്ന് പറഞ്ഞാൽ 1/3 മോൾ H3PO4 ആണ്. അതെങ്ങനെ കിട്ടി നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അത് മോണോ ആണോ ഡൈ ആണോ ട്രൈ ആണോ എന്നുള്ളതിന്റെ ബേസിലാണ് പറയാം. 1 equivalent HCl ഉണ്ടല്ലോ, HCl നമുക്കറിയാം മോണോ ബേസിക് ആണ്. 1 equivalent HCl എന്ന് പറഞ്ഞാൽ 1 മോൾ HCl ഈക്വൽ ആണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ 1 equivalent H2SO4 കാര്യം പറയുകയാണെങ്കിൽ അത് 1/2 മോൾ H2SO4 ആയിരിക്കും. അപ്പോൾ 1/2 അവിടെ കൊടുക്കണം, കാരണം H2SO4 ഡൈബേസിക് ആണ്. ഇനി ട്രൈ ബേസിക് ആയിട്ടുള്ള H3PO4 കേസ് പറയുകയാണെങ്കിൽ 1 equivalent H3PO4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/3 മോൾ H3PO4 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, 1 മോൾ H3PO4 ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മോൾ NaOH എടുക്കണ്ട? 3 മോൾ എടുക്കണം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. കാരണം എന്തേ? 1 മോൾ H3PO4 തന്നെ 3H+ ഉണ്ട്. 3H+ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3OH- വേണം. 3OH- കിട്ടണമെന്നുണ്ടെങ്കിൽ 3 മോൾ NaOH എടുക്കണം. അപ്പോഴേ ന്യൂട്രലൈസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ 1 മോൾ H3PO4 3 മോൾ NaOH റിക്വയർഡ് ആണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ 1 മോൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് 1 equivalent മതി. 1 equivalent എന്ന് പറഞ്ഞാൽ എന്താ? 1/3 മോൾ ആണ്. അപ്പൊ 1/3 മോൾ ഇതാ ഈ പറഞ്ഞ പോർഷനെ ഞാൻ by 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1/3 മോൾ H3PO4 അതാണ് എന്ത് നമ്മൾ പറഞ്ഞ 1 equivalent ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 മോൾ NaOH ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ ഭാഗത്തെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 3/3 മോൾ അഥവാ 1 മോൾ NaOH മതി. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് 1 equivalent H3PO4 ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര മതി? 1 മോൾ NaOH മതി. ഓക്കെ, അപ്പൊ NaOH കാര്യം റെഡിയായി. എത്ര മതി? ആ റേഷ്യോ എത്രയാണ്? 1 ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ആൾ എടുക്കാം. അതാരായിരുന്നു? നമ്മളെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അറിയോ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം 2OH- ഉണ്ട്. നമ്മുടെ കയ്യിലോ ഇവിടെ 1 മോൾ എടുക്കുകയാണെങ്കിൽ അല്ലെ, ഈ പറഞ്ഞ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് 2OH- പ്രൊഡ്യൂസ് ചെയ്യും. H3PO4 ആണെങ്കിലോ 3ഉം H+ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ രണ്ടും കൂടി ഈക്വൽ ആണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2 കൊടുക്കേണ്ടി വരും. കാരണം എന്തേ? ഈ 2 ഇൻറ്റു എത്ര H+ ആണ്? 3H+ പ്രൊഡ്യൂസ് ചെയ്യും.
ടോട്ടൽ 6H+ ആയിരിക്കും ഇവിടെ വരിക. അറ്റ് ദ സെയിം ടൈമോ ഈ പറഞ്ഞ 3 × 3 മോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എടുത്താൽ 3 × 2OH- അല്ലെ, ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് 2OH- അപ്പോഴാണ് 6 ആവുക, അപ്പോഴാണ് ന്യൂട്രലൈസ് ആവുക. അപ്പൊ ഇയാൾ 2 എടുത്താൽ ഇയാൾ 3 എടുക്കണം. പക്ഷെ നമുക്കറിയാം ഇയാൾ 2 എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ, നമ്മുടെ എത്രയാണ് 1 എടുത്താലോ, ഇവിടെ നമ്മൾ 1 എടുത്താലോ ഇത് എത്ര മതി? 6 അല്ലേ, ഇവിടെ 3 എടുത്തത് 3നെ നമ്മൾ ഹാഫ് ആക്കിയാൽ 1.5. കാരണം ഇവിടെ ഹാഫ് ആക്കി നമ്മൾ സപ്പോസ് 1 മോൾ H3PO4 ആണെങ്കിൽ എത്ര മതി? 3/2 മതി അല്ലെ. 3/2 എന്ന് പറഞ്ഞാൽ എത്ര? 1.5 ആണ്. അപ്പൊ നമ്മൾ 1 മോളിന് 1.5 കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മതി. 1 മോളിന് എന്ത് മതി? 1.5 കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇനി അടുത്ത് തിരിച്ചു പോവാ, നമുക്ക് 1 മോളും വേണോ? വേണ്ട. എത്ര മതി? 1/3 മതി അല്ലെ. 1 മോളും വേണ്ട, 1/3. അപ്പൊ നേരത്തെ പറഞ്ഞ 1.5 കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വേണോ? അത് വേണ്ട. അതിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം എന്തേ? 1 മോളിന് പകരം 1/3 മോള് മതി. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1.5 / 3 എത്ര കിട്ടും? 0.5 മോളായിരിക്കും കിട്ടുക. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് എത്രയാണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെത് 0.5 ആണ്. റെഡി? ഇനി നമ്മൾ മൂന്നാമത്തെ ആളിലേക്ക് വാ. അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അയാളെ പ്രത്യേകത എന്താ? അത് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം എന്തേ? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഓൾറെഡി എന്താണ്? ട്രൈബേസിക് ആണ്. 3OH- പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എനിക്ക് എന്ത് മതി? 1 മോൾ ഫോസ്ഫോറിക് ആസിഡ് 1 മോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി. സോ 1 മോൾ H3PO4 നീഡ്സ് 1 മോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമുണ്ട്. നമുക്ക് 1 മോൾ ഫോസ്ഫോറിക് ആസിഡ് വേണോ? നമുക്ക് വേണ്ടത് എപ്പോഴും എന്താ? 1 ഈക്വലന്റ് ആണ്. ആ ഈക്വലന്റ് ആണ് പ്രശ്നക്കാരൻ. 1 ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു 1/3 എടുക്കണം എന്ന് അല്ലെ. ഇവിടെ 1/3 എടുക്കാതെ 1 ഈക്വലന്റ് ഈക്വൽ ആവുള്ളൂ. എങ്കിൽ ഈ പറഞ്ഞ 1 മോളിനെ /3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 1നെ /3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.33 കിട്ടും. അത്രയും ആര് മതി? അലുമിനിയം ഹൈഡ്രോക്സൈഡ് മതി. ഓക്കെ, അപ്പൊ അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ എത്രയാണ് വരിക? ഈ പറഞ്ഞ 0.33. അപ്പോൾ NaOH1 കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഹാഫ്, അലുമിനിയം ഹൈഡ്രോക്സൈഡോ 0.33. നമ്മൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. NaOH1 ഈ പറഞ്ഞ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് 0.5, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 0.33. ഈ രൂപത്തിലാണ് ആൻസർ. അപ്പൊ ഇത് കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈക്വലന്റ് എന്നുള്ള ആ ഒരു ടേം നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് വന്ന സംഗതിയാണ്. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് ആൻസർ എന്തേ ഉള്ളൂ കിട്ടുള്ളൂ. ഓക്കെ, ഹിയർ ദ ഫൈനൽ ക്വസ്റ്റ്യൻ. നമുക്ക് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് pH വാല്യൂ ഓഫ് ദ അക്വസ് സൊല്യൂഷൻ ഓഫ് ബേക്കിംഗ് സോഡ, റോക്ക് സാൾട്ട്, വാഷിംഗ് സോഡ, സ്ലൈക്കഡ് ലൈം. ഓക്കെ, അപ്പോൾ ഇത് ഓരോരുത്തരും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, നോക്കാം. നമുക്ക് ഓരോരുത്തരും എടുത്ത് നോക്കിയാൽ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. എന്തുകൊണ്ട്? റോക്ക് സാൾട്ട് എന്താണ്? നമ്മുടെ സാധാ സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഇനി ബേക്കിംഗ് സോഡ നമുക്കറിയാം ആരാണ്? സോഡിയം കാർബണേറ്റ് ആണ്. വാഷിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്, HCO3 ആണ്. സ്ലൈക്കഡ് ലൈമോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, ഇയാൾ ഏതാണ് വരിക? സ്വാഭാവികമായിട്ടും ന്യൂട്രൽ ആണ് അല്ലെ. 7 ആയിരിക്കും വരിക. ഇയാൾ 7നേക്കാളും കുറച്ചും കൂടി ഉണ്ടാവും. അതിനേക്കാളും കുറച്ചും കൂടി ബേസിക് ആണ് ആര്? വാഷിംഗ് സോഡ. എന്നാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡോ നല്ല എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. അയാളായിരിക്കും ഏറ്റവും മാക്സിമത്തിൽ വന്നിട്ടുണ്ടാവുക. ഓക്കെ, യെസ്. സോ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഇത് ഞാൻ നിങ്ങൾക്ക്, നമ്മൾ ഇത്രയും കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇതിന്റെ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യാം? ജസ്റ്റ് പറഞ്ഞുതരാം. pH ഇൻക്രീസ്, പ്യുവർ വാട്ടർ എന്ത് ചെയ്യുന്നു? അതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ pH ഇൻക്രീസ് ചെയ്യും, POH ഡിക്രീസ് ചെയ്യും. ഒക്കെ ടെമ്പറേച്ചറാണ്. എല്ലായിടത്തും നമ്മൾ റൈസിങ് ടെമ്പറേച്ചറാണ്. ഈ പറഞ്ഞ പ്യുവർ വാട്ടറിനെ ഹീറ്റ് ചെയ്താൽ pH ഇൻക്രീസ് ചെയ്യോ, POH ഇൻക്രീസ് ചെയ്യോ, pH ഡിക്രീസ് ചെയ്യോ, POH ഡിക്രീസ് ചെയ്യോ, അതല്ല വൈസ് വേഴ്സ് ആണ്. ഒന്ന് കൂടുന്നു മറ്റേത് കുറയുന്നു, ഒന്ന് കുറയുന്നു മറ്റേത് കൂടുന്നു. ഈ രൂപത്തിൽ ടെമ്പറേച്ചർ കൂടിയാൽ പ്യുവർ വാട്ടറിന്റെ pHനും POHനും എന്ത് സംഭവിക്കുന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് ഫൈൻഡ് ചെയ്ത്, നമ്മൾ ഇത്രയും കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തല്ലോ, ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മളല്ലേ ഒരുപാട് ഏറ്റവും ലോ ലെവൽ ക്വസ്റ്റ്യൻ മുതൽ നല്ല ഹൈ ലെവലിലെ ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ നോക്കുക. എക്സാം വൈലിൻ്റെ ഈ ചാനലിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ
വീണ്ടും കാണാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, താഴെ നമ്മളെ കമന്റ് ബോക്സിൽ ആൻസർ ആയിട്ട് ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. സീ യു സൂൺ. ബൈ.